പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ഉപ്പുകുറ്റൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കി. മാമലകളുടെ പിന്നിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങുകയാണ് സൂര്യൻ. അകലെ നിന്ന് ഒരു തേക്കുപാട്ട് കേൾക്കുന്നു. വൃദ്ധനായ ചെറുമൻ നാവൂട്ടിയാണ് പാടുന്നത്. വാർദ്ധക്യത്തിലും എത്ര മധുരമായി പാടുന്നു നാവൂട്ടി. യാതന അനുഭവിപ്പാൻ മാത്രം പിറന്നവനാണ് ചെറുമനും പുലയനും. രാവിലെ മുതൽ രാത്രി വരെ വെള്ളം തേവണം. പാടശേഖരങ്ങൾ നിറയുന്നത് വരെ വെള്ളം തേവണം. കൈയും കാലും കുഴയും. വയറ്റിനുള്ളിൽ തീ ആളിക്കത്തുന്നുണ്ടാവും. പെരുമൻ പടിഞ്ഞാറസ്തമിക്കുമ്പോഴും ചെറുമന് വെള്ളം തേക്ക് തന്നെ. പണി അവസാനിപ്പിക്കാൻ മേലാളരുടെ കാര്യസ്ഥൻ തമ്പ്രാൻ വന്ന് അനുവാദം തരണം. അതുവരെ വെള്ളം തേക്ക് തന്നെ. ഭർത്താവിനെയും കാത്ത് ചാളയ്ക്കുള്ളിൽ കഴിയുന്നു കെട്ടിയവൾ. അച്ഛൻ്റെ വരവും കാത്ത് ചാളയ്ക്കുള്ളിൽ കഴിയുന്നു കുഞ്ഞുങ്ങൾ. വിശപ്പുകൊണ്ട് തളർന്ന അവരുടെ മുഖവും മേനിയും ചെറുമൻ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നു. അച്ഛാ, വിശക്കുന്നു, വല്ലതും കൊണ്ടത്തരൂ. അവരുടെ വിലാപം ഉൾക്കാതുകൾ കൊണ്ടയാൾ കേൾക്കുന്നു. സായം സന്ധ്യ കുങ്കുമം പൂശിയ പുതപ്പുമായി വന്നെത്തുകയാണ്. രാത്രികാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങാറുള്ള കുളക്കോഴികൾ കളകള ശബ്ദവും പുറപ്പെടുവിച്ചുകൊണ്ട് കുളത്തിലിറങ്ങുകയാണ്. തണുത്ത കാറ്റ് വീശുകയാണ്. ആ രംഗം ഉപ്പുകൂറ്റൻ ഓർത്തു. മനസ്സിൽ ദർശിച്ചു. നാവൂട്ടിയുടെ തേക്കുപാട്ട് ഒരു വലിയ കാവ്യമായി ഉപ്പുകൂറ്റന് തോന്നി. അയാൾ ആ വരികൾ ശ്രദ്ധിച്ചു. നേരം പോയി പൂക്കൈതാ മറപറ്റി കുന്നാം കോഴികുളക്കോഴി തത്തിത്തത്തിച്ചാടുന്നേ. നേരം പോയ നേരത്തും കൊല്ലണിയോ അരമുറിക്കരിക്കും തന്ന് കൊല്ലണിയോ അരത്തൊണ്ട് കള്ളും തന്ന് കൊല്ലണിയോ. നേരം പോയി പൂക്കൈതാ മറപറ്റി കുന്നാം കോഴികുളക്കോഴി തത്തിത്തത്തിച്ചാടുന്നേ. ഏനവിടെ ചെല്ലും മുമ്പേ ഈടില്ല മൂടില്ല. ഏനവിടെ ചെന്നേ പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചു. ഏനവിടെ ചെന്നേ പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചു. നേരം പോയി. പെട്ടെന്ന് പാട്ട് നിലച്ചു. നാവൂട്ടി നാട്ടുവെളിച്ചത്തിൽ നടന്നു വരുന്നത് ഉപ്പുകൂറ്റൻ കണ്ടു. അയാൾ അടുത്തെത്തി. നാവൂട്ടി കിതയ്ക്കുന്നുണ്ടായിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി.